പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒട്ടേറെ ആരോപണങ്ങൾ കേട്ടിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ 2006 അല്ലെങ്കിൽ 2007 ലാവ്ലിൻ കേസ് കേരള ഹൈക്കോടതി CBI അന്വേഷണത്തിൽ വിട്ട സമയം മുതൽ പിണറായി വിജയനെക്കുറിച്ച് ആരോപണങ്ങൾ കേൾക്കുന്നതാണ്. യഥാർത്ഥത്തിൽ 2001 മുതൽ തന്നെ ലാവ്ലിൻ കേസിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ട്. എന്നാൽ പിന്നീട് അത് CBI അന്വേഷണത്തിന് പോയി. പിണറായി വിജയൻ ആ കേസിൽ പ്രതിയായി. പിന്നീട് 2013 ആ കേസ് CBI എല്ലാവരെയും കുറ്റവിമുക്തനാക്കി. പിന്നെ 2017 മുഴുവൻ പേരെയും കുറ്റവിമുക്തനാക്കി. അതിനെതിരായിട്ടുള്ള അപ്പീൽ CBI കേരള ഹൈക്കോടതിയിൽ കൊടുത്തു. 2017 അതിൽ പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ കുറ്റവിമുക്തരാക്കി. ബാക്കി 3 പേരെ വിചാരണ നേരിടണമെന്ന് പറഞ്ഞു. 2017 ഒക്ടോബർ 10 മുതൽ പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനാക്കിയതിനെതിരായിട്ടുള്ള അപ്പീല് ഹൈക്കോടതിയിൽ പെൻഡിങ്ങാണ്, സുപ്രീം കോടതിയിൽ പെൻഡിങ്ങാണ്. കഴിഞ്ഞ 6.5 വർഷക്കാലമായി ആ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്, തീരുമാനമാകാതെ. അപ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 10-25 വർഷക്കാലമായി ആ നേതാവിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം 2016-21 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആ സമയത്തും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടായി. പിന്നീട് എന്താ നമ്മൾ കണ്ടത്? 2010 മുതൽ ആരോപണങ്ങളുടെ ഒരു മലവെള്ളപ്പാച്ചിലല്ലേ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടത്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ 2020 മുതൽ വന്നു. പിന്നെ ഡോളർ കള്ളക്കടത്ത്, പിന്നെ ലൈഫ് മിഷൻ കോഴക്കേസ്, പിന്നെ 2023 6 മാസം വന്ന ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിൽ അദ്ദേഹത്തിനും മകൾക്കുമെതിരെ ചില ഫൈൻഡിങ്സ് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാർ CMRL എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ 2017 മുതൽ 2020 വരെ CMRL നിന്ന് 1,72 ലക്ഷം രൂപയുടെ മാസപ്പടി വാങ്ങി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ടുകളായെങ്കിലും 2023 ഒരു ഫൈൻഡിങ് വന്നത്. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ അതിനപ്പുറത്തേക്ക് പോയി പിണറായി വിജയനും മകളും ഏതാണ്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? പിണറായി വിജയനും മകൾ വീണ വിജയനും പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളുമായിട്ടാണ് ഷോൺ ജോർജ് എന്ന ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് ഷോൺ ജോർജ് കൊണ്ടുവന്ന സ്ഫോടനാത്മകമായിട്ടുള്ള വിവരങ്ങൾ? ആ വിവരങ്ങളെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും വീണ വിജയൻ്റെ മുൻ ഭർത്താവായിട്ടുള്ള M സുനീഷിനും അവർക്ക് 2 പേരും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലുണ്ട്. അതാണ് അയാൾ കൊണ്ടുവന്ന ആദ്യത്തെ വിവരം. ആ കൊമേഴ്സ്യൽ ബാങ്കിൽ ഉള്ള അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് വീണ വിജയനും M സുനീഷുമായിരുന്നു. ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്നുള്ള പേരിലാണ് ആ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തത്. എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി. ആ അക്കൗണ്ട് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് 2016 മുതൽ 2019 വരെ ആയിരുന്നു. അതാണ് ഷോൺ ജോർജ് പറഞ്ഞ ആദ്യത്തെ ആരോപണമല്ല, വസ്തുത അയാൾ പറയുകയാണ്. ആ അക്കൗണ്ടിൽ ക്യാഷ് ബാലൻസായി 10 കോടി രൂപയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ക്യാഷ് ബാലൻസായി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ അക്കൗണ്ടിൽ ബാലൻസായി ഒരു 10 കോടി രൂപ ഉണ്ടാകുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിൽ ഈ 50,000 1 ലക്ഷമൊക്കെ ചിലപ്പോൾ ആയിട്ട് ബാലൻസുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും മുൻ ഭർത്താവായിട്ടുള്ള M സുനീഷും ഓപ്പറേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ എപ്പോഴും 10 കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഷോൺ ജോർജ് കൊണ്ടുവന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ നമ്മൾ. ആരാണ് പിണറായി വിജയൻ? ഒരു ചെത്തുകാരനായിട്ടുള്ള, വളരെ ബഹുമാനത്തോടുകൂടിയാണ് ഞാൻ ആ പ്രൊഫഷനെ കുറിച്ച്, ചെത്തുകാരൻ കോരൻ്റെ മകനായി രാഷ്ട്രീയത്തിൽ വന്ന പിണറായി വിജയൻ്റെ മകളുടെയും അവരുടെ മുൻ ഭർത്താവിൻ്റെയും പേരിൽ 2016-നും 2019-നും ഇടയ്ക്ക് അബുദാബിയിലെ ഒരു ബാങ്കിലുണ്ടായിരുന്ന ബാങ്കിലെ ക്യാഷ് ബാലൻസ് 10 കോടി രൂപയായിരുന്നു എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളൊക്കെ ഷോൺ ജോർജ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ഷോൺ ജോർജ് പറഞ്ഞ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം എന്താ? ആ അക്കൗണ്ടിലേക്ക് ഒന്നിലധികം കമ്പനികൾ പണം ഇട്ടിരുന്നു. 3 കോടി 4 കോടിയൊക്കെ ആയിട്ടുള്ള പണങ്ങൾ ഇട്ടിരുന്നു.
അതിൽ 2 കമ്പനികളുടെ പേര് ഷോൺ ജോർജ് ഇന്ന് പൊതുമണ്ഡലത്തോട് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് SNC ലാവ്ലിൻ കമ്പനിയാണ്, 2 പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ 2 കമ്പനികളുടെ പേരാണ് ഷോൺ ജോർജ് പറഞ്ഞത്. എന്നാൽ അതിൽ കൂടുതൽ കമ്പനികൾ ആ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഷോൺ ജോർജ് പറയുന്നുണ്ട്. വിശദാംശങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ 2 കമ്പനികൾ ഏതൊക്കെയാ? ഒന്ന് SNC ലാവ്ലിൻ കമ്പനി, അതായത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്ന് കഴിഞ്ഞ ഒരു 10-25 വർഷക്കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് SNC ലാവ്ലിൻ കമ്പനി. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരായിട്ടുള്ള അപ്പീലാണ് കഴിഞ്ഞ 6.5 വർഷക്കാലമായി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നത്. ആ കമ്പനിയിലെ ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് SNC ലാവ്ലിൻ കമ്പനി. SNC ലാവ്ലിൻ്റെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ക്ലോസ് ട്രെൻഡലും അതിനകത്ത് പ്രതിയായിരുന്നു. അപ്പം ആ SNC ലാവ്ലിൻ എന്ന് പറഞ്ഞാൽ ആ കമ്പനി അല്ലെങ്കിൽ പിണറായി വിജയനുമായിട്ട് നേരത്തെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള കമ്പനി ആണ് പിണറായി വിജയൻ്റെ മകളും മുൻ ഭർത്താവും ചേർന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനി എന്നുള്ളത് വളരെ നിർണായകമല്ലേ സുഹൃത്തുക്കളെ? ആ കമ്പനിയുമായി പിണറായി വിജയൻ്റെ ബന്ധം നിലനിർത്തുന്നുള്ളതിൻ്റെ സൂചനകൾ വേറെയും ഉണ്ടായിരുന്നു. എന്താണ്? മസാല ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ. 6-7% പലിശയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ബോണ്ട് വായ്പ എടുക്കാൻ കഴിയുമായിരുന്നു. ഏതാണ്ട് 12-13% പലിശയ്ക്ക് വായ്പ എടുത്തതാണല്ലോ ഏതാണ്ട് 2100 കോടി രൂപയുടെ മസാല ബോണ്ട്. ഖജനാവിന് വലിയ നഷ്ടം ഉണ്ടാക്കിയ ഇതാണ്. 2100, 1900, 2000 കോടി രൂപ മറ്റേ എടുത്തത് ഏതാണ്ട് 3000 കോടി രൂപയ്ക്ക് അടുത്താണ് തിരിച്ചു കൊടുത്തത്. അപ്പോൾ ആ മസാല ബോണ്ടിലും ലാവ്ലിൻ കേസിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി പണം നിക്ഷേപിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ആ SNC ലാവ്ലിൻ കമ്പനി ഇപ്പോൾ ഇതാ പിണറായി വിജയൻ്റെ മകളും മുൻ ഭർത്താവും ചേർന്ന് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ആ കമ്പനിയിലേക്ക് കോടികൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഷോൺ ജോർജ് ഇന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. 1. 2, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവരും പണം നിക്ഷേപിച്ചിരിക്കുന്നു. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ 2016, 2017 മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. എന്താണ് കാരണം? എക്സാലോജിക് എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയുടെ മെൻറ്ററായിരുന്നു ആര്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ജെയ്ക്ക് ബാലകുമാർ. അങ്ങനെ അയാളെക്കുറിച്ച് നമ്മൾ അന്ന് മുതലേ കേൾക്കുന്നതാണ്. എന്ന് മാത്രമല്ല 2016 മുതൽ 2019 വരെ ഒന്നാം പിണറായി സർക്കാരുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന കമ്പനിയായിരുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്. 2019 ആ കരാർ റദ്ദാക്കുന്നത്. ആ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് 3 പദ്ധതിയുടെ കൺസൾട്ടേഷനാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. 1 K-ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്, 2 ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റ്, 3 സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ്. ഈ 3 പ്രോജക്റ്റുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ഈ 3 പ്രോജക്റ്റുകളുടെയും കൺസൾട്ടിങ് നടത്തിക്കൊണ്ടിരുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ആയിരുന്നു. ആ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഈ 3 പ്രോജക്റ്റുകളിലും പിണറായി വിജയൻ്റെ 3 പ്രോജക്റ്റുകളിലും കൺസൾട്ടേഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ പിണറായി വിജയൻ്റെ മകളും മുൻ ഭർത്താവും ചേർന്ന് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ തുടങ്ങിയിരുന്ന അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന തീ പിടിപ്പിക്കുന്ന വിവരമാണെന്ന് ഷോൺ ജോർജ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. 2019 പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുള്ള കരാർ റദ്ദാക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ഷോൺ ജോർജ് വേറെ ചില വിവരങ്ങളും കൂടെ പറഞ്ഞു. സ്പേസ് പാർക്കിൻ്റെ കൺസൾട്ടൻസി അവരായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഷോൺ ജോർജ് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നു എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. അത് ഏറ്റവും പ്രധാനമായി ഷോൺ ജോർജ് പറഞ്ഞത് എന്താണ്? സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ടൊരു ഉന്നത സ്ഥാനത്തേക്ക് നിയമിച്ചിരുന്നു. അതിന് ഇടനിലനിന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സാണെന്ന് നമ്മൾ കേട്ടിരുന്നു. ആ സ്വപ്ന സുരേഷിന് ശമ്പളമായി കൊടുത്തത് 1,07,000 രൂപയാണ്. എന്നാൽ 3,27,000 രൂപ മറ്റുമാണ് ശമ്പളമായി വെച്ചിരുന്നത്. സ്വപ്ന സുരേഷിന് കിട്ടിയത് 1,00,000 രൂപ. സ്വപ്ന സുരേഷ് 3 വർഷക്കാലം അതിൽ ജോലി ചെയ്തിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ആ 3 വർഷക്കാലവും ഓരോ മാസവും 2,00,000 രൂപ വീതമുള്ള മാസപ്പടി ഈ പിണറായി വിജയൻ്റെ ഈ വിദേശ രാജ്യത്തുള്ള മകളും മുൻ ഭർത്താവും ചേർന്നുള്ള ഈ വിദേശ രാജ്യത്തുള്ള അക്കൗണ്ടിലേക്കാണ് പോയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണെന്ന് ഷോൺ ജോർജ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോൺ ജോർജ് പറയുകയായിരുന്നു ഈ സ്വപ്ന സുരേഷ് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ് എന്നുള്ളത്. അത് പറഞ്ഞു. അതുപോലെ തന്നെ ഷോൺ ജോർജ് വേറൊരു കാര്യം പറഞ്ഞു. എന്താണ്? ഈ പിണറായി വിജയൻ്റെ മകൾക്ക് വിദേശ രാജ്യത്തൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലുള്ള തുകയും
അവരിവിടെ ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ കാണിക്കേണ്ടതാണ്. അത് കാണിച്ചില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള കൃത്യബലവും പിന്നെ നിയമവിരുദ്ധ പ്രവർത്തനവുമാണ് എന്നും അവിടെ അവർക്കുള്ള അക്കൗണ്ടിലുള്ള തുക ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ള വിവരവും ഷോൺ ജോർജ് പറഞ്ഞു. അതുപോലെ തന്നെ ഷോൺ ജോർജ് പറഞ്ഞ വേറൊരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട്. എന്താണ്? CMRLുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനും മകളും വാങ്ങിയിട്ടുള്ള അഴിമതി പണം ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലുള്ള അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും ഷോൺ ജോർജ് ഇന്ന് പിന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം CMRLുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം എവിടെയാണ് പോയതെന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. KSIDCയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നടന്നിട്ടുള്ള അഴിമതി ഇടപാടുകളിലെ പണം എവിടെയാണ് പോയതെന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഷോൺ ജോർജ് പറഞ്ഞു വെച്ചത് CMRLിൽ നിന്ന് അച്ഛനായ പിണറായി വിജയനും മകളായിട്ടുള്ള പിന്നെ വീണ വിജയനും വാങ്ങിയിട്ടുള്ള പണം ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ പാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണവും ഇന്ന് ഷോൺ ജോർജ് ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള സ്ഥിതി എന്താ? അങ്ങനെ വരുമ്പോഴുള്ള അവസ്ഥയെന്ന് പറയുന്നത് മണി ട്രയൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ലാവ്ലിൻ കമ്പനിക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം മകളുടെയും മുൻ ഭർത്താവിൻ്റെയും അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. മണി ട്രയൽ ഹാസ് ബീൻ പ്രൂവ്ഡ്. 2, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കേരള ഗവൺമെൻറ്റുമായി കരാറുണ്ടായിരുന്ന സമയത്ത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പിണറായി വിജയൻ്റെ മകളും മുൻ ഭർത്താവിൻ്റെയും അക്കൗണ്ടിലേക്ക് പണം ഇട്ടിരിക്കുന്നു. മണി ട്രയൽ ഹാസ് ബീൻ പ്രൂവ്ഡ്. 3, CMRLുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അഴിമതി ഇടപാടിലെ പണവും അവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. മണി ട്രയൽ ഹാസ് ബീൻ പ്രൂവ്ഡ്. അപ്പം മണി ട്രയൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അഴിമതി നടന്നു എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? അത് മുഴുവൻ തെളിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ്, മണി ട്രയൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് പണം കൊടുത്തത്, പണം എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മണി ട്രയൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മണി ട്രയൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അഴിമതി നടന്നു എന്നുള്ളത് സംശയലേശമന്യേ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയനും മകളും പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാനൊരു പക്ഷേ പറയുന്നുണ്ട് ഈ വീഡിയോ തീരാകുമ്പോൾ. എന്താണ്? പക്ഷേ പിണറായി വിജയനും മകൾക്കും ഒന്നും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നുകൂടി നിർഭാഗ്യവശാൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? വരിയുടയ്ക്കപ്പെട്ട ചത്തു മലച്ചു കിടക്കുന്ന ചത്തു ചീഞ്ഞു നാറിയ ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയനൊന്നും നടക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞത്. പല്ലും നഖവുമുള്ളൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നേനെ. പക്ഷേ കേരളത്തിലെ സുധാകരൻ്റെയും സതീശൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ഒരു ചുക്കും ചുണ്ണാമ്പും ഇതിൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. പക്ഷേ ഒരാശാകിരണം, ഒരു റേ ഓഫ് ഹോപ്പ് ഞാൻ കാണുന്നത് കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതി സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഹൈക്കോടതി ശക്തമായിട്ടുള്ള നിലപാടെടുത്താൽ ഇതിലൊരു തീരുമാനമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിണറായി വിജയനെയും മകളെയും പിടിക്കാൻ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇനി കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് SFIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, മുഹമ്മദ് മുസ്താഖിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് കൊണ്ടുവന്ന ഒരു വിധിന്യായമുണ്ട്. ആ വിധിന്യായം പൊതുപ്രവർത്തകരായിട്ടുള്ള നമ്മൾക്ക് വലിയ ആവേശം നൽകുന്ന ഒരു വിധിന്യായമാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഇതേ ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള പരാമർശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്? ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് 42 കേസുകൾ തോറ്റു സംസ്ഥാന സർക്കാർ, എന്തേ അതിൽ അപ്പീൽ കൊടുത്തില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. 500 വ്യാജപ്പട്ടയത്തിൻ്റെ കേസുണ്ട്, 500 വ്യാജപ്പട്ടയങ്ങളുണ്ടെന്ന് പറഞ്ഞു. 500 കേസുകൾ ഉണ്ടാവേണ്ടതല്ലേ, എന്താണ് കേസ് ഉണ്ടാവാത്തത് എന്ന് ഹൈക്കോടതിയിലെ മുഹമ്മദ് മുസ്താഖിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരിക്കുന്നു. ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും അഴിമതി വിരുദ്ധ വകുപ്പുകൾ എന്താണ് കൊണ്ടുവരാത്തത് എന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. ഗൂഢാലോചന മാത്രമാണോ ഇതിനകത്ത് അഴിമതി നടന്നിട്ടില്ലേ, അതെന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തതെന്ന് ചോദിച്ച കോടതി സ്വമേധയാ മൂന്നാർ കയ്യേറ്റ വിഷയത്തിൽ CBIയെ കക്ഷി ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം ചത്തു മലച്ചു, പ്രതിപക്ഷം ചത്തു ചീഞ്ഞു, പ്രതിപക്ഷം വരിയുടയ്ക്കപ്പെട്ടു. എന്നാൽ കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുപ്രീം കോടതി അങ്ങനെ തന്നെയായിരുന്നു. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്ത കാര്യത്തിലുമൊക്കെ തന്നെ ഇച്ഛാശക്തിയോടുകൂടി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി കാണിച്ച ഊർജ്ജത്തിനും സമാനമായി
കേരളത്തിലെ ഹൈക്കോടതിയും സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ അഴിമതി മാത്രം മുഖ്യമന്ത്രിയാക്കിയ പിണറായി വിജയനെ, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള പിണറായി വിജയനെയും മകളെയും അഴിക്കുള്ളിലാക്കാൻ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇനി കേരള ഹൈക്കോടതിക്ക് മാത്രമേ കഴിയൂ എന്നും ആ ഉത്തരവാദിത്വം കേരള ഹൈക്കോടതി നിർവഹിക്കുമെന്നുമാണ് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.